നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കടമെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കൊടുക്കാനുള്ള പൈസയാവില്ല. അത് പൈസയേക്കാൾ ഉപരിയുള്ള ചില കടങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ല, നമ്മളൊരു കടപ്പാട് എന്നൊക്കെ പറയില്ലേ, കടപ്പാട് എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അവർ മറ്റാരും നമ്മളെ സഹായിക്കാനില്ലാത്തപ്പോൾ നമ്മളെ സഹായിച്ച ആൾക്കാർ, നമ്മളെ ആരും വിശ്വസിക്കാത്തപ്പോൾ നമ്മളെ വിശ്വസിച്ച ആൾക്കാർ, നമ്മുടെ ലൈഫിലെ ഏറ്റവും ദുർബലമായ സമയത്തും അല്ലെങ്കിൽ തളർന്ന സമയത്തും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ മുന്നോട്ട് വളരാൻ സഹായിച്ച ആൾക്കാർ, അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് നമ്മൾ എത്ര കൊടുത്താലും തീരില്ല, എത്ര പൈസ കൊടുത്താലും അത് തീരാൻ പോകുന്നില്ല. പക്ഷേ ആ കടം നമുക്ക് വീട്ടാൻ പറ്റുക എന്ന് പറയുന്നത് അവർക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ നമ്മൾ വളർന്ന് വലുതാവുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ നാളെ അവർക്ക് നമ്മളെക്കുറിച്ച് പറയാൻ പറ്റണം, അതെൻ്റെ മകനാണ്, അല്ലെങ്കിൽ അത് എൻ്റെ സഹോദരനാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയാണ്, അല്ലെങ്കിൽ എൻ്റെ മകളാണ് എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ലൈഫിൽ സക്സസ് ആവുക എന്നുള്ളതാണ് ആ പറയുന്ന കടം നമുക്ക് കുറച്ചെങ്കിലും വീട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യം. അപ്പോൾ എല്ലായ്പ്പോഴും നിങ്ങൾ ചിന്തിക്കുക, നമ്മളെ ജീവിതത്തിൽ നമ്മൾ വളരാൻ സഹായിച്ച, അതിപ്പോൾ ആര് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, ഗുരുനാഥന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ അവരുടെ മുമ്പിൽ അവർക്ക് അഭിമാനമുള്ള രീതിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. കാരണം അതൊരു കടം വീട്ടിൽ തന്നെയാണ്.